ബി ഗോപാലകൃഷ്ണൻ, ഈ ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി എടുത്തു പറഞ്ഞൊരു കാര്യമാണ് സംസ്ഥാനത്തിൻ്റെ ധനഞെരുക്കത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ പ്രതികൾ കേന്ദ്ര സർക്കാരാണെന്നത്. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള കാരണങ്ങളിൽ ഒന്ന് കേന്ദ്രത്തിൻ്റെ നികുതി വിഹിതത്തിലുണ്ടായ കുറവാണെന്ന് ധനകാര്യ വിദഗ്ധരും അതിനോട് യോജിക്കുന്നുണ്ട്. കാരണം ഈ നികുതി വിഹിതം പങ്കുവെക്കുന്നതിന് വേണ്ടി ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡം തന്നെ കേരളത്തിനൊരു വലിയ തിരിച്ചടിയായി എന്ന് പറയുന്നു. മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ബജറ്റിന് പുറത്തു നിന്നുള്ള പണം എടുക്കുന്ന സംവിധാനം, ഇപ്പോൾ കിഫ്ബി പോലെയുള്ള സംവിധാനങ്ങൾ, ആ കടമെടുപ്പ് കൂടി കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ കൊണ്ടുവന്ന് ബോധപൂർവം കേരളത്തെ ഞെരുക്കി ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ കൂടി മനസ്സിൽ കരുതിക്കൊണ്ട് വേണ്ടേ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിനെ വിമർശിക്കാൻ? ആ മര്യാദ BJP കാണിക്കുമോ? വാസ്തവത്തിൽ സംസ്ഥാന സർക്കാരിനെ കർശനമായിട്ട് വിമർശിക്കണം. കാരണം ഇവർ പറയുന്നത് മുഴുവൻ സാമ്പത്തിക രംഗത്തെ വിദഗ്ധരടക്കം വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഇവർ പറയുന്നത് മുഴുവൻ തെറ്റാണ്. ഞാൻ ഒന്നാമത് പറയാം, എനിക്കൊന്ന് ഒരു അല്പം സമയം തന്നാൽ മതി. ഈ പൂച്ച പെറ്റ് കിടക്കുന്ന ട്രഷറിയാണ് എനിക്ക് കിട്ടിയത് എന്നാണ് തോമസ് ഐസക്ക് പറഞ്ഞത്. ഇപ്പം പൂച്ച പോലും പെറാതെ ഉറുമ്പരിക്കുന്ന പാറ്റ അരിക്കുന്ന ഒരു ട്രഷറി ആയിട്ട് ഈ കേരളത്തിൻ്റെ ഈ 2016 മുതൽ 2025 വരെയുള്ള ഈ കാലഘട്ടത്തിൽ, ഈ 9 വർഷത്തിൻ്റെ ഉള്ളിൽ കേരളത്തെ സാമ്പത്തികമായി തകർത്തതിൻ്റെ ഉത്തരവാദി ആര്? 2016 വരെയുള്ള കേരളത്തിൻ്റെ കടക്കണി, ആ കടക്കണിയിൽ നിന്നും എത്ര ഇരട്ടിയാണ് 2016-2015 കാലഘട്ടത്തിലെ കടബാധ്യത എന്നത് നമ്മൾ ആദ്യം ചിന്തിക്കണം. നമ്പർ 1. നമ്പർ 2, കേന്ദ്രം കൊടുക്കുന്ന, മധ്യവർഗത്തിന് കൊടുക്കുന്ന, സാധാരണ ജനങ്ങൾക്ക് കൊടുത്ത കഴിഞ്ഞ ഫെബ്രുവരി ഈ മിനിഞ്ഞാന്ന് കേന്ദ്ര സർക്കാർ സാധാരണക്കാർക്ക് നൽകിയ ആനുകൂല്യം ഈ സർക്കാർ വെട്ടിക്കുറയ്ക്കുകയാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോലും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി കൂട്ടിയിട്ടില്ല. കാരണം അതിനൊരു ലക്ഷ്യമുണ്ട്. ഇലക്ട്രിക് വാഹനം വരുന്നത് നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കുറയ്ക്കാൻ വേണ്ടിയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിലാണ് നമ്മുടെ വിദേശ നാണ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പണം ചെലവാകുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ തോൽപ്പിക്കാനാണ്. പക്ഷേ പാവപ്പെട്ടവർക്ക് നെഞ്ചത്തടിയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഇവിടെ കൂടുമ്പോൾ നികുതി കുറച്ച കേന്ദ്ര സർക്കാരിന് ബദലായി നികുതി കൂട്ടുന്ന സമീപനമാണ് ഈ സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് വളരെ വിമർശനാത്മകമായി തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ജനപ്രിയമായില്ല. എനിക്കതൊന്നും അത്ര വലിയ ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. ജനപ്രിയമായില്ല എന്നുള്ളതൊരു സത്യമാണ്. യാതൊരു കാര്യവും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല. 2 രൂപ പെട്രോളിയം ഉൽപ്പന്നത്തിൽ നിന്ന് സെസ് മേടിച്ച് ക്ഷേമ പെൻഷൻ 2500 ആക്കാമെന്ന് പറഞ്ഞതിൽ 10 പൈസ പോലും കൂട്ടിയില്ല. ഞാൻ അതിനൊക്കെ തീർച്ചയായിട്ടും ആ ജനപ്രിയമല്ല എന്ന് പറയുന്ന പോയിൻ്റ് പറയുന്നു. പക്ഷേ അതിനേക്കാൾ വളരെ വളരെ മാരകമായ കാര്യം, എൻ്റെ ഗോപികൃഷ്ണ, ഒരു ബജറ്റ് എന്ന് പറഞ്ഞാൽ ആ ബജറ്റിനൊരു ലക്ഷ്യം ഉണ്ടാവണം. ആ ബജറ്റ് എന്ന് പറഞ്ഞാൽ ആ സാമ്പത്തിക അടിസ്ഥാനപരമായി ഒരു നാടിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ മുന്നോട്ട് നയിക്കാനുള്ളതാണ്. കുറേ കാര്യം പറയുക എന്നിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. എന്ത് ബജറ്റാണ് സാർ? കഴിഞ്ഞ ബജറ്റിലെ വിഷയം 30 കാര്യങ്ങൾ. എനിക്ക് നിങ്ങൾ സമയം അനുവദിക്കുകയാണെങ്കിൽ 30 കാര്യങ്ങൾ. പക്ഷെ അതിൻ്റെ തുടക്കം നിങ്ങൾ അനുവദിച്ചാൽ പറയാം, ഇല്ലെങ്കിൽ ഒരു 3-4 ഞാൻ പറയാം. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന് ഭൂമി ഏറ്റെടുത്തിട്ടേയില്ല. വിഴിഞ്ഞത്തിന് വേണ്ടി നമ്മൾ വലിയ ഒരു പ്രഘോഷണമാണ് നടത്തുന്നത്. വിഴിഞ്ഞമാണ് എല്ലാം. പക്ഷെ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന് ഭൂമി ഏറ്റെടുത്തിട്ടില്ല ഇതുവരെ. കേരളീയം പ്രോഗ്രാമിന് 10 കോടി മാറ്റിവെച്ചു, ഒന്നും കിട്ടിയില്ല, നടപ്പായില്ല. PJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ എക്സലൻസ് ആരംഭിക്കാൻ 71 കോടി മാറ്റിവെച്ചു, ഉണ്ടായിട്ടില്ല. കടലാക്രമണ ഭീഷണി നേരിടുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച പുനർഗേഹം പദ്ധതി, ഒരു വീടിന് 10 ലക്ഷം രൂപയ്ക്ക് 12 മാസത്തിനകം പണി തീർത്തില്ലെങ്കിൽ 18% പലിശ സഹിതം തിരിച്ചടക്കണമെന്ന വ്യവസ്ഥ 5 മാസമായി ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഇല്ല. ഈ മുതലപ്പൊഴി ഫിഷിംഗ് ഹാർബറിന് കഴിഞ്ഞ ബജറ്റിൽ 10 കോടി അനുവദിച്ചു.
പുറമേ കേന്ദ്ര സർക്കാർ 177 കോടി അനുവദിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, 177 കേന്ദ്ര സർക്കാർ അനുവദിച്ചു, പണി തുടങ്ങിയിട്ടില്ല. നവീകരണം പദ്ധതി നടപ്പാക്കിയിട്ടില്ല. 754 വനവാസി കുടുംബങ്ങൾക്ക് പുതിയ വീട് വെക്കുവാൻ അനുവദിച്ച തുക. ഇതുകൂടാതെ 4000 അപേക്ഷകൾ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. ഇടമലയാർ ഇറിഗേഷൻ പ്രോജക്റ്റിന് 35 കോടി അനുവദിച്ചു. സ്ഥലം എടുത്തതിനിടെയുണ്ടായ 49 അഴിമതി കേസുകളിൽ അത് മുങ്ങിക്കിടക്കുകയാണ്. ഇനിയും റബ്ബറിന് അയ്യോ, കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് വന്നപ്പോൾ എന്തായിരുന്നു ബഹളം? 2021 ഇതേ LDF സർക്കാർ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് 250 രൂപ. 250 മാർക്കറ്റിലുണ്ട് 210 രൂപ. ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എത്രയാ? 170 + 10 180. റബ്ബറിന് മിനിമം സപ്പോർട്ട് പ്രൈസ് 250 കൊടുക്കുമെന്ന് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞു, കൊടുത്തിട്ടില്ല, ഇപ്പോഴുമില്ല. കൊല്ലം 2ൽ നിന്നും മാലിദ്വീപിലേക്ക് ക്രൂയിസ് വെസൽ ഏർപ്പെടുത്തും. എന്തൊരു പ്രഖ്യാപന! ക്രൂയിസ് വെസൽ ഈ മുസ്തഫയെ പോലുള്ള ആളുകൾ ബഹളം വെച്ച സംഭവമാണ് എന്ന് പറഞ്ഞ് KS കമ്പനി ഉണ്ടാക്കി. ഒരു വെസൽ പോലും ഉണ്ടായിട്ടില്ല. അതായത് ഇങ്ങനെ നടപ്പാക്കപ്പെടാതെ ഇരിക്കാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഉത്തരവാദി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നു കേന്ദ്ര വിഹിതം കിട്ടുന്നില്ല. കേന്ദ്രം അതെ കിഫ്ബി അടക്കമുള്ള പദ്ധതികൾ, കിഫ്ബിയിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി സമാഹരിക്കുന്ന തുക കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രം ചിറ്റമ്മ നയം പുലർത്തുന്നു. നികുതി വിഹിതം പങ്കുവയ്ക്കാൻ വേണ്ടി ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ കേരളത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇങ്ങനെ തുടങ്ങി കേരളത്തോട് മാത്രം ഒരു നയം എന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതിൻ്റെ അനന്തരഫലമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി. അതിൻ്റെ തുടർച്ചയാണ് ഈ പദ്ധതികൾ മുടങ്ങാനുള്ള കാരണം എന്നല്ലേ സംസ്ഥാന സർക്കാർ പറയുന്നത്? അതിൽ ആ ഭാഗം താങ്കൾ പക്ഷേ പറഞ്ഞില്ല. ഞാനത് പറയാം, ഞാൻ അതിലേക്ക് തന്നെ വരാം. ഞാൻ ചോദിക്കട്ടെ, 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ കിട്ടിയിട്ടുള്ള തുക എത്രയാണ്? അതിൽ നിന്ന്, അതായത് UPAയുടെ 10 വർഷത്തിൽ ഈ കേരള സർക്കാരിന് നൽകിയത് 46,000 കോടിയാണ്. ഞാനൊരു 10 വർഷത്തെ കണക്കെടുക്കുകയാണ്. 46,000 കോടി. എതിർപ്പുണ്ടെങ്കിൽ ആര് വേണമെങ്കിലും സംസാരിക്കാം. 2015 മുതൽ, അതായത് 2014 മുതൽ 2024 വരെ കേന്ദ്ര സർക്കാർ കേരളത്തിന് കൊടുത്ത പൈസ എത്രയാ? 1,157,000 കോടി. ഇത് തമ്മിൽ ഇതിൽ തമ്മിലുള്ള വ്യത്യാസം മിസ്റ്റർ ഗോപികൃഷ്ണൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യൂ. ഇനി ഞാൻ 2023-24 കാലഘട്ടത്തിലും അതുപോലെ തന്നെ റെയിൽവേയുടെ കാലഘട്ടത്തെക്കുറിച്ചും പറയാം. റെയിൽവേയിൽ UPA ഗവൺമെൻറ് കൊടുത്തത് 370 കോടി 10 വർഷം. 10 വർഷം. ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA ഗവൺമെൻറ് കൊടുത്തത് 3042. ഇതൊന്നും ആർക്കും എതിർക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ഇതിനെപ്പറ്റിയൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളുണ്ടായി. ഇപ്പോൾ ഈ UGCയുടെ കാര്യം ഞാൻ താങ്കൾ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. UGCയിൽ വലിയ ഒരു നഷ്ടമാണ് വാസ്തവത്തിൽ കേരളത്തിനുണ്ടായിരിക്കുന്നത്. കാരണം എന്താ? UGCയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളം ചെലവാക്കേണ്ടിയിരുന്ന പണം കേരളം ചെലവാക്കിയില്ല. അതുകൊണ്ട് UGCയിൽ വലിയ തോതിലുള്ള ഒരു നഷ്ടം കേരളത്തിനുണ്ടായി. ഇനി താങ്കൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയാം. അതായത് അത് മിസ്റ്റർ ആദികേശവൻ സാർ ഇവിടെ ഉണ്ട്, അദ്ദേഹം കൂടി അത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞോട്ടെ. കേരളത്തിൻ്റെ സോവറിൻ ഗ്യാരണ്ടിയാണ് കിഫ്ബിയിൽ നിന്ന് ഞങ്ങൾ പടവെടുക്കുന്നത്. കിഫ്ബിയിൽ നിന്ന് അല്ലെങ്കിൽ വേറെ പൊതുക്കടം വെളിയിൽ നിന്നെടുത്താൽ പെൻഷൻ സംഘടന വഴിയോ മറ്റ് ഏത് വഴിയോ കേരളത്തിൻ്റെ ജനങ്ങളെ 3.5 ലക്ഷം കോടി ജനങ്ങളെ സോവറിൻ ഗ്യാരണ്ടിയാക്കി പണം എടുത്താൽ ആ പണം സംസ്ഥാന കടമായി പ്രഖ്യാപിക്കും. അത് നരേന്ദ്രമോദിയുടെ താല്പര്യമല്ല, അത് കേരളത്തിനെതിരായ താല്പര്യമല്ല, അത് ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടായിട്ടുള്ള സംഭവമാണ്. അത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. ഒരു മിനിറ്റിൽ തീർക്കാം. ഒരു സെക്കൻഡിൽ തീർക്കാം. ഒറ്റ മിനിറ്റ്. കഴിഞ്ഞ ധനകാര്യ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ പണം നേടിയത് കിട്ടിയ സംസ്ഥാനം കേരളമാണ്. ഈ കേരളം കേന്ദ്രം കൊടുക്കുന്നില്ല. എന്തിലും കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. കേന്ദ്രം ഇന്ന കാര്യത്തിൽ പൈസ തരുന്നില്ല. ഇവർ പറയട്ടെ,
വെറുതെ കേന്ദ്രം തരുന്നില്ല. അല്ലല്ല കേന്ദ്രം അല്ലല്ല തരുന്നില്ല. ഒരു ഇപ്പൊ ഒറ്റ കാര്യം ഹൈക്കോടതിയുടെ order വന്നല്ലോ. പതിമൂന്നാം എന്താ ധനകാര്യ പറഞ്ഞത്? കമ്മീഷന്റെ കാലത്ത് കേന്ദ്രത്തിൽ നിന്ന് 2.34% നമുക്ക് ലഭിച്ചിരുന്ന നികുതി വിഹിതമെങ്കിൽ 14-ാം ധനകാര്യ കമ്മീഷനിൽ ഇത് 2.5% ഉയർത്തി. പക്ഷേ 15-ാം ധനകാര്യ കമ്മീഷൻ ആകുമ്പോഴേക്കും അത് 1.925% കുറയുകയാണ് ചെയ്തത്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, മാത്രമല്ല 16-ാം ധനകാര്യ കമ്മീഷനിലും നമ്മളോട് ഉദാരമായ ഒരു സമീപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷ വെക്കാൻ കഴിയാത്ത സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട്. കണക്കുകൾ നോക്കുമ്പോൾ മാനദണ്ഡങ്ങൾ